ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗായ്സ്, ഇന്ന് ഞാൻ ചേട്ടാ ഇവിടെ ആട്ടോ വെട്ടുന്നത്, റബ്ബർ വെട്ടാൻ പോകുന്നുണ്ട്. അപ്പം ചേട്ടായ്ക്ക് കാപ്പിയും കൊണ്ട് പോകാട്ടോ ഗായ്സ്. അപ്പം ഞാൻ പോകുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ പോകുന്ന വഴിക്ക് നമ്മൾ കുറച്ച് കാന്താരിയൊക്കെ പറിക്കും കേട്ടോ. ഇതിലൊക്കെ ഭയങ്കര ദുർഘടം പിടിച്ച വഴിയാട്ടോ. ഞാൻ പോകുന്ന എല്ലാ വഴിയും ദുർഘടം പിടിച്ച കേട്ടോ. അപ്പോൾ കാന്താരിയൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ കാന്താരിയൊക്കെ കാണിച്ചു തരാം. പിന്നെ പാലെടുക്കുന്നതെന്ന് കുറേ പേർക്കൊന്നും അറിയത്തില്ലായിരിക്കും അല്ലേ, പാലെന്താ. എൻ്റെ ഒന്നും ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വീട് ഇടുക്കിയാണ്. ഞങ്ങളൊന്നും പാലെടുക്കുന്നതോ അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ടാട്ടോ ആദ്യമായിട്ട് കാണുന്നത്. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഒന്നാമതെ പേടിക്കേണ്ട സ്ഥലം, എല്ലാവരും പറയും ഞാൻ കാണിച്ചു തരാം കേട്ടോ ഈ സ്ഥലമൊക്കെ ഒന്ന്. ഇതുകൊണ്ടോ ഗൈസ്, ഇത് കൂട്ട് സ്ഥലമാണ്. ഈ സ്ഥലത്തിൻ്റെ ഇടയ്ക്കൂടെ വേണം ഗൈസ് ഒരു കുഞ്ഞു വഴിയുള്ളേ. ആ വഴിക്കൂടെ കേട്ടോ ഞാനിങ്ങനെ കടന്ന് പോകുന്നത്. ഇതൊക്കെ വെല്ലോൻ്റെയും പറമ്പാട്ടോ, നമ്മുടെയല്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെയൊന്നും ആൾത്താമസമൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ ഓരോ പ്ലോട്ടായിട്ട് വിറ്റേക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇതൊക്കെ മൊത്തം കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. അവിടെയൊക്കെ എന്തൊക്കെയോ ഫാക്ടറികളൊക്കെ വരുമെന്നാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇത് വേറൊരു മുതലാളിയുടെ മുതലാളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക, പുള്ളിയുടെ മകൻ ഓസ്ട്രേലിയയിലെങ്ങാണ്ട് മന്ത്രിയായിട്ടെങ്ങാണ്ടൊക്കെ ചാർജ് എടുത്ത ഒരു അത്യാവശ്യം എന്താ പറയുക MP ആൻ്റണി എന്നൊക്കെ കേട്ടിട്ടില്ലേ, അവരുടെയൊക്കെ അനിയൻ്റെ വീടിൻ്റെ പുറകുവശത്താട്ടോ നമ്മൾ അവരുടെ വീട്ടിലാണ് ചേട്ടാ റബ്ബർ വെട്ടുന്നത് കേട്ടോ. അപ്പം അവരുടെ വീട്ടിൻ്റെ പുറകുവശത്താണ് നമ്മൾ പാലെടുക്കാൻ പോകുന്നത് കേട്ടോ. പല്ലല്ല, പാല്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എൻ്റെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതുകൊണ്ട് ഗൈസ് ചക്ക നിൽക്കുന്നത് കണ്ടോ ഗൈസ്. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ചക്ക? ഇത് ചക്ക നിൽക്കുന്നു ഗൈസ്. ആർക്കെങ്കിലും ചക്ക വേണമെങ്കിൽ വല്ലവൻ്റെ പറമ്പാട്ടോ, ഞങ്ങളെയല്ല. കണ്ടു കൊതി കിട്ടും, അത്രേ പറയുന്നുള്ളൂ. അപ്പോൾ കണ്ടത് ഞാനിങ്ങനെ പോകട്ടെ. നമ്മുടെ ആ തോടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, എൻ്റെ കാല് തന്നെയാണ് ഗൈസ്. ചെരുപ്പിനകത്തൊക്കെ മൊത്തം വെള്ളം പറ്റിയിട്ട് കാല് തന്നെയാണ്. എപ്പോൾ വേണേലും ഞാൻ കുണ്ടിയും കുത്തി വീഴും. അപ്പോൾ ഇതാട്ടോ അവരുടെ വീട്, ഇതാട്ടോ. ഞാൻ അടുത്തൊന്നും കാണിക്കില്ല, അവിടെ ആൾക്കാരൊക്കെ കാണുമായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ അടുത്തൊന്നും കാണിക്കുന്നില്ല. ഇതാണ്. അപ്പോൾ നമ്മൾ ചേട്ടായുടെ അടുത്ത് വന്നിട്ടുണ്ട്. ചേട്ടായി വെട്ട് കഴിഞ്ഞിട്ടിരിക്കുക കേട്ടോ. ഇന്ന് ചേട്ടായിക്ക് മുണ്ടിനീരാണ്, രണ്ട് കവിള് രണ്ടും ഇങ്ങനെ വീർത്തിരിക്കുക കേട്ടോ ഗൈസ്. മുട്ടയൊക്കെ തിന്ന പോലെ ഇരിക്കുകയാണ്. നമ്മൾ കാപ്പിയും കൊണ്ട് വന്നാണ്, കാപ്പിയും കൊണ്ടും ഗുളികയും കൊണ്ടും വന്നാണ്. പിന്നെ പാലും എടുക്കാൻ കൂടണം. അപ്പോൾ ഞാൻ നിങ്ങളെ ബാക്കി കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ചേട്ടായിക്ക് കൊണ്ടുവന്നേക്കുന്നത് ദോശയും സാമ്പാറും കേട്ടോ. അപ്പോൾ ചേട്ടായി കഴിക്കാൻ തുടങ്ങുകയാണ്. ചേട്ടായിക്ക് ഗുളിക കഴിക്കാനുള്ളതാണ്. ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ്, ഉള്ള കഷ്ണം വെച്ചുണ്ടാക്കിയ സാമ്പാർ. അപ്പോൾ ചേട്ടായി കഴിക്കുക കേട്ടോ. നല്ലതാണോ ചേട്ടായി? കഴിക്കുന്നതിന് മുന്നെയാ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പാലെടുക്കാൻ പോകണം. നമ്മൾ ചേട്ടായി എങ്ങനെ പാലെടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാനും പാലെടുക്കുന്നുണ്ടേ. ഇതാട്ടാ പറമ്പൊക്കെ. എവിടെ നിന്നോട്ടാ ചേട്ടാ എടുക്കുന്നത്? ഞാനല്ല, നിങ്ങളെടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ എടുക്കുന്നത്. നമ്മളെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ആൾക്കാരെയൊക്കെ ഒന്ന് കാണിക്കാം. ഇങ്ങനെ എടുക്കണം. ഇങ്ങനെയാട്ടോ. നമ്മളതിൻ്റെ ആ കൂട് വെക്കിയിട്ട് ചിരട്ടയെടുത്ത് പാലൊഴിക്കണം കേട്ടോ. ഇവിടെ വടിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് പറഞ്ഞു കേട്ടോ ഇതിനെക്കുറിച്ച്. ഇങ്ങനെ വടിച്ച് ഇങ്ങനെ പോയിക്കണം ഉണ്ടോ? അങ്ങനെ കൊഞ്ചി പറയല്ലേ. ഇങ്ങനെ താഴെ പോയി ചേരട്ട ഇങ്ങനെ എടുത്ത് വെക്കണം, വെള്ളം വീഴാതെ. അപ്പോൾ ഗൈസ്, ഞാൻ പാലെടുക്കാൻ പോവാണ്. പാലെടുക്കുന്ന വീഡിയോ ഞാൻ കാണിക്കാം കേട്ടോ. ഇതാട്ടോ നമ്മുടെ തൊട്ടിക്കകത്ത് ഞാൻ പാലെടുക്കാൻ പോകുന്നു. എവിടെ നിന്നിട്ടാണ് എടുക്കുന്നതെന്ന് ചോദിക്കണം.
ഹൈ റേഞ്ചിൽ ഏലവും കൂടിയും കണ്ട് കിടന്ന് ഞാനിപ്പോൾ ദേ ഇവിടെ വന്നത് ഈ റബ്ബർ തോട്ടവും കൈതത്തോട്ടവും ഒക്കെ കണ്ടിങ്ങനെ നടക്കും കേട്ടോ. അപ്പോൾ അവിടെ വന്ന് പാലൊക്കെ എടുക്കും കേട്ടോ. ഏലക്കായ എടുക്കാൻ എനിക്കറിയായിരുന്നു, കവാത്ത് വെട്ടാൻ അറിയായിരുന്നു, സകല പണി എനിക്കറിയായിരുന്നു. പക്ഷേ എനിക്ക് റബ്ബർ തോട്ടത്തിലേക്ക് പുതിയതായിട്ട് വന്നപ്പോൾ എനിക്ക് വലിയ വിഷമമായിരുന്നു കേട്ടോ. ഈ റബ്ബർ തോട്ടത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ ഏലത്തിൻ്റെയൊക്കെ ഇടയ്ക്ക് വെച്ചേക്കുന്ന പോലെ ഒരു സാധനം പോലും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇവരെയുള്ള മനുഷ്യരൊക്കെ എന്താ പോലും തിന്നുന്നതെന്ന് കേട്ടോ. ചേമ്പോ ചേനയോ കാച്ചിലോ ഒന്നും ഇവരാരും നട്ടേക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ നമ്മുടെ ഏലത്തിൻ്റെയൊക്കെ പെരയുടെയൊക്കെ പറമ്പിൻ്റെയൊക്കെ സൈഡിൽ കൂടിയൊക്കെ ഓരോന്ന് നട്ടുപിടിപ്പിക്കുമല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ വന്ന് നമ്മൾ എന്താ പറയുക, ചേരയെ തിന്നുന്ന നാട്ടിൽ വന്ന നടുക്കഷ്ണം തിന്നണം എന്നൊക്കെ പറയലേ, അതുപോലെയൊക്കെ തന്നെ ഇവിടെ വന്നിട്ട് എനിക്ക് റബ്ബർ തോട്ടത്തിലെ പണിയൊക്കെ പഠിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. റബ്ബർ പാലെടുക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാണുന്നതൊക്കെ. അപ്പോൾ ഇങ്ങനെ എടുക്കുന്നതൊക്കെ ആൾക്കാരുടെയൊക്കെ അടുത്ത് പോയി നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടായിക്ക് ഇപ്പോൾ ഈ അടുത്ത തോട്ടത്തിൽ വെട്ട് കിട്ടിയിരിക്കുന്നത് കൊണ്ട് ഞാൻ ചേട്ടയുടെ കൂട്ടത്തിൽ പാലൊക്കെ എടുക്കാൻ വേണ്ടി പോകും കേട്ടോ. കാപ്പി കൊടുക്കാനെന്ന വ്യാജേന ഞാനങ്ങ് ചെന്ന് തന്നെ അങ്ങ് പാത്രം എടുത്തങ്ങ് പാലെടുക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ 1-2 ദിവസമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ 3-ാമത്തെ ദിവസം ചേട്ടായി എൻ്റെ കയ്യിലേക്ക് തൊട്ടിയെടുത്ത് വെച്ച് തന്നു, നീ പോയി പാലെടുത്തോടി എന്ന് പറഞ്ഞേ. അങ്ങനെ പണിയും പാളി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പാലൊക്കെ എടുത്ത്, ഞാൻ നല്ല ഡ്രസ്സൊന്നും അല്ലാട്ടോ ഇട്ടേക്കുന്നത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാലെല്ലാം മൊത്തം നമ്മുടെ മേത്തക്കടയൊക്കെ തെറിക്കും കേട്ടോ. കിറിയയിലും തലമുടിയിലും ഒക്കെ തെറിക്കും. ഇത് പോയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചീഞ്ഞൊരു ഡ്രസ്സാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കാന്താരി പറിക്കണം കേട്ടോ. അപ്പം നമുക്ക് ഒരു ചേമ്പല പറിച്ചെടുക്കാം കേട്ടോ. ഇവിടെ ഒത്തിരി കാന്താരി ഉണ്ട് കേട്ടോ ഈ പറമ്പിലെ. അപ്പോൾ ഇവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മളങ്ങോട്ട് കയറി വിരകുക കേട്ടോ. അവരെങ്ങാനും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്നെ ഓടിക്കുക ഈ പറമ്പിൽ നിന്ന് കേട്ടോ. കാണിച്ചു തരാം കാന്താരി നിൽക്കുന്നത് കേട്ടോ. ഇവിടെ ഗൈസ് കാന്താരി നിൽക്കുന്നത് കണ്ടോ ഗൈസ്. കാന്താരി ഇവിടെ ഉണ്ട് കേട്ടോ കാന്താരിയും. ഇതൊരു ചോടാണ് കാന്താരി. ഇതുപോലെ എമ്പിടി ചോടുകളുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് പറിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാന്താരി മുളക് വേണമെങ്കിൽ എന്നെ ഒന്ന് സമീപിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കാന്താരി ഉണ്ടല്ലോ, ഒരു 8-10 കാന്താരിയും ഒരു 5-6 ചെറിയുള്ളി, ഒരു കഷ്ണം ചെറിയ വെളുത്തുള്ളിയും കൂടെ വെച്ച് അരകല്ലെ നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് അരച്ചങ്ങോട്ട് എടുക്കണം കേട്ടോ. ഒത്തിരി അങ്ങോട്ട് അരഞ്ഞു പോകല്ലേ. എന്നിട്ട് ലേശം ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ല സൂപ്പറായിട്ട് ഇളക്കി അങ്ങോട്ട് കപ്പി പൊടിയുള്ള ചെണ്ടൻ കപ്പി അങ്ങ് ഉപയോഗിക്കണം കേട്ടോ. എന്നിട്ട് കട്ടൻ ചായയും തിളപ്പിച്ച് ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല അടിപൊളി പിടുത്തം അങ്ങ് പിടിക്കണം കേട്ടോ. അടിപൊളി കേട്ടോ ഗൈസ്. ഇപ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വന്നു. എനിക്ക് നല്ലപോലെ വിശന്നാട്ടോ ഞാൻ നിൽക്കുന്ന പാലൊക്കെ എടുത്ത് മടുത്ത് നിൽക്കുക കേട്ടോ. അതുപോലെ തന്നെ ഞങ്ങളുടെ ഇവിടെ എൻ്റെ ഒന്ന് വീടിൻ്റെ അങ്ങോട്ടേക്ക് വേറെ രീതിയിൽ കാന്താരി എന്താ മീൻ വെച്ച് ചുമ്മാ ഇടിക്കുള്ളൂ കേട്ടോ. ഇവിടെ ഉള്ളി വെച്ച് കാന്താരിയും വെച്ച് മീനും വെച്ച് ഇടിച്ചിട്ട്, ചെറിയുള്ളി കേട്ടോ, വെളുത്തുള്ളിയല്ല, ഇടിച്ചിട്ട് എന്താ പറയുക, ചെറിയ ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ അതിന് അടിപൊളി അപാര ടേസ്റ്റാണ് കേട്ടോ. അടിപൊളി രുചിയാണ്. പിന്നെ മീൻ ചുട്ടൊക്കെ ചമ്മന്തി അരയ്ക്കാൻ കാന്താരി അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എവിടെയുണ്ട് ഞാൻ ഇല കൂട്ടിയാട്ടോ പറിച്ചെടുക്കുന്നത്. എനിക്ക് ധൃതിയായിട്ട് പാടില്ല. എനിക്ക് നല്ലപോലെ വിശക്കുന്നുണ്ട്, അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ പെട്ടെന്ന് പറിച്ചെടുത്തിട്ട് വേണം എനിക്ക് വീട്ടിൽ പോയി എന്തെങ്കിലും കഴിക്കാൻ കേട്ടോ. ദോശയും സാമ്പാറും കഴിക്കാൻ കേട്ടോ ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഗൈസ്. എൻ്റെ മുഖമൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഞാൻ മുഖമൊക്കെ അപ്പടി വേർത്ത് കുളിച്ച് പണത് മടുത്ത് കഷ്ടപ്പെട്ട് നിൽക്കും കേട്ടോ ഗൈസ്. അപ്പം നമ്മളെയൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ എല്ലാം തികഞ്ഞവരെ മാത്രം വീഡിയോ കാണുക എന്നുള്ളത് അങ്ങ് നിർത്തി, നമ്മളെപ്പോലെ സാധാ വീട്ടമ്മമാരെയും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരെയും എല്ലാവർക്കും കഷ്ടപ്പാടുണ്ടല്ലോ അല്ലേ, കഷ്ടപ്പെട്ട് ജീവിക്കുന്ന അമ്മച്ചിമാർക്കും എല്ലാവരുടെയും വീഡിയോയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രം കേട്ടോ നമുക്കൊന്ന് മുന്നോട്ട് കടന്നു പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ.